മെമ്പർക്ക് മുകുന്ദേഷിനെ മനസ്സിലായോ? ആ പിന്നെ ലൈഫ് മിഷന്റെ ഒരു വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡ് കിട്ടണമെങ്കിലേ അത് മെമ്പർ വന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയാലേ കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പിട്ടാ കിട്ടുമോ? കിട്ടും. ചെയ്തേക്കാം. ഇത് തന്നെയല്ലേ വീട്? എന്ത് വലിയ വീട് തമ്പിയെന്നാ? ഇത് തന്നെയല്ലേ വീട്? ഒരു ചെറിയ ഇടനാഴിയും 4 മുറിയും. അതെ അതെ. ഒരു കൊച്ചു ഫാമിലിക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റിയ. അതെനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ ഇത്രയും കൊച്ചു വീട് അല്ലേ. ഞാൻ ഇത് ചെയ്ത് കൊടുത്തേക്കാട്ടോ, സെക്രട്ടറിക്ക് ഒപ്പിട്ട് കൊടുത്തേക്കാം. എന്തായാലും BPL കാർഡ് തീരുമാനമാണ് ഞങ്ങളുടെ ജീവിതം. അറിയാം. അങ്ങഞ്ചേട്ടത്തി വെറുതെ കയറി അഴിമതിക്ക് കൂട്ടു നിൽക്കരുത്. അത് ഭയങ്കര ചീത്തപ്പേരാവും. സത്യം. ഇത് ചെയ്തു കൊടുക്കുവാണെങ്കിൽ അഴിമതി ചെയ്യുന്ന പോലെയാണ് അമ്മ. എനിക്കും അങ്ങനെ രാജീവ് ഗാന്ധി ഒക്കെ പൊട്ടിത്തെറിച്ച പോലെ എന്നെ ഒരു പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്നാ തോന്നുന്നത്. ഒരു പൊട്ടിത്തെറിക്കലും ഇല്ല. ചേച്ചിയുടെ ഭാഗത്താണ് ന്യായം. അപ്പൊ ആരെന്ത് ചെയ്യാനാ? ഒരു കാര്യവും ചെയ്യാൻ പോകില്ല. ധൈര്യമായിട്ടിരിക്കും. ഇന്നലെ മുകുന്ദേഷിന്റെ വീട്ടിലൊക്കെ പോയിരുന്നല്ലേ? ആ പോയായിരുന്നു. കണ്ടു. അപ്പൊ പിന്നെ ഇനി താമസിപ്പിക്കണോ? നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിട്ട് ഒപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തൂടെ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ശശി. തങ്കത്തിനെ മെമ്പറാക്കാൻ അറിയാമെങ്കിലേ ഒപ്പിടിക്കാനും എനിക്കറിയാം. എന്നെ മെമ്പറാക്കിയത് ശശികണ്ഠനാണോ? അല്ല, ഈ നാട്ടിലെ ജനങ്ങളാ. അവരുടെ ഇടയിൽ ഇതിന് അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരാണ് എനിക്ക് പ്രധാനം. ശശിയണ്ണ, നീ എന്തിനാ നിൽക്കുന്നത്?